സ്റ്റാറിന് പിന്നെ ഇത് ഹിസ്റ്ററി ഐലൻഡുകളാണ്. ഗെയ്സ് നമ്മളെ ബസ് വരുന്നുണ്ട്. ബസ് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചെറിയച്ഛനാണ് കേട്ടോ. അച്ഛനൊക്കെ അറിയുണ്ട്, സുഖമില്ല, ചെറിയ മുറിയായതാണ്. അപ്പോൾ ഇതാ ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ലേറ്റ് അങ്ങനെ കാണുന്നുണ്ട്. ഏതാ ബസ്സോ ഗെയ്സ്? ബസ് എത്തിയതാ. കാലാപ്പാനി കേട്ടോ, കാലാപ്പാനി ബസ്സിൻ്റെ പേര്. ബസ് ഒരു 10-30 ആൾ പോകുന്ന ബസ്സാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിലേക്ക് കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പൂങ്ങോടുന്ന സ്ഥലത്തു നിന്ന് കഴിഞ്ഞ് പോയി. എന്താണ് ബസ്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കുറേ ആളുണ്ട്. ഇതൊരു എന്താ പറയുക, നമ്മളെ ഈ തൊഴിലുറപ്പിൻ്റെ ടീമുകൾ പോണ അവരോടൊപ്പമാണ് പോകുന്നത്. ഞാൻ അങ്ങനെയൊക്കെയാണ് പോകല്, വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോകല്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് അങ്ങനെ പോയി. ഞാനിപ്പോൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. ഓക്കേ, അപ്പോൾ കേസ് ഞങ്ങൾ കോഴിക്കോടൊക്കെ ആയി. ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ അല്ലേ? ബോട്ട് സർവീസ് ഉണ്ടല്ലോ അവിടെ. ഇപ്പോൾ കേസ് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലെത്തി. ഇതവിടെ ജങ്കാറൊക്കെ പോകുന്ന സ്ഥലത്താണത് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്. ഞങ്ങളത് ചോദിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അതിന് എത്ര റേറ്റ് എന്നൊക്കെ വരാമെന്ന് റേറ്റ് എത്രയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് പോയി നോക്കട്ടെ. ഇതാണ് കേട്ടോ സ്ഥലം. എല്ലാവരും പോയതാണ്. എന്നാലും അവരോടൊപ്പം ഞാൻ ഇങ്ങോട്ട് കുറേ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ബോട്ടിലേക്ക് കയറാൻ നിൽക്കുകയാണ്. എല്ലാവരും ബോട്ടിലേക്ക് കയറുകയാണ്. ഇത് രണ്ട് നിലയാണിത് ഈ ബോട്ട്. അപ്പം എല്ലാവരും കുറച്ച് മേലേക്കും കുറച്ച് അടിയിലുമായിട്ടാണ് നിൽക്കേണ്ടത്. ഞാനൊക്കെ മേലേക്ക് കയറിയിട്ടോ. ഞങ്ങൾ സേഫ്റ്റി കിറ്റൊക്കെ ഇട്ടാണ്ട് എല്ലാവർക്കും ഞാൻ എടുത്ത് കൊടുക്കണത്. സേഫ്റ്റി കിറ്റൊക്കെ കൊടുത്ത് എന്താ സേഫ്റ്റി കിറ്റ് കൊടുക്കാൻ കുറേയൊക്കെ എടുത്ത് കൊടുത്ത് കൊടുട്ടെ. അപ്പം അങ്ങനെ മേലോട്ട് പോകണം. ഓക്കെ, അങ്ങനെ മേലോട്ട് കയറി. ഇപ്പോൾ 2ാം നിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പകുതി ആൾ താഴത്തും പകുതി ആൾ മേലെയാണ് നിൽക്കുന്നത്. ഞാൻ എല്ലാവരും കൂടി മേലോട്ട് വന്ന പണി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ചാൾ താഴത്തും കുറച്ചാൾ മേലെയും. അപ്പോൾ ഞാനൊക്കെ മേലെ കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെ കയറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ചെറിയ
അപ്പോൾ എല്ലാവരും സേഫ്റ്റി കിറ്റ് ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ പുറത്തൊക്കെ കുറേ ചെറിയ സ്പീഡ് ബോട്ടും ഇങ്ങനെ അവിടെ അപ്പുറത്ത് കുറേ ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്. ഒരു ബോട്ട് ഹൗസ് ബോട്ട് ഒരു സ്പീഡ് ബോട്ടാണ്. ബ്യൂട്ടിഫുൾ അല്ലേ? ഇപ്പം നമ്മൾ ബോട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നല്ല സോങ്ങൊക്കെ വിട്ടിക്കണേ. ഇപ്പം ഞങ്ങൾ അരമണിക്കൂറാണ് ഇതിൻ്റെ ഇത്. ഞങ്ങളിപ്പോൾ എത്ര ആളാണ്? 14 ആൾക്കാരൊക്കെ, 16 ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു 1000 സംതിങ് ഉണ്ട് എല്ലാവരും പാടൊക്കെ. അപ്പോൾ അരമണിക്കൂറാണ്. ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇതിലൊരു ബോട്ട് തന്നെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കടലിലേക്ക് പോവുകയാണോ തോന്നുന്നത്. ഞങ്ങൾ ഇതിപ്പോൾ തിരിച്ചുകൊണ്ട് പോവാണ്. ആ ബോട്ട് പോയില്ലേ, അപ്പോൾ ആ ബോട്ട് പോയതിൻ്റെ ഓളുണ്ടല്ലോ തീരെ ഇങ്ങനെ തെളി വരുന്നുണ്ട്. അപ്പം നമ്മൾ ബോട്ട് ആകെ ചെരിഞ്ഞിങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. നല്ല ആട്ടാടുന്നുണ്ട്. എല്ലാവരും പേടിച്ചുകൊണ്ടാകെ ഒച്ചപൊളി ഉണ്ടാക്കുക. കാരണം ആ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെരിഞ്ഞ് പോവാണ്. ഇപ്പോൾ റൗണ്ട് തിരിച്ച് പോകുന്നുണ്ട് ഞങ്ങൾ. അതാ അവിടെ നേരെ കാണുന്നത് അങ്ങോട്ട് കടലാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ തിരിച്ച് എന്താണ് കുറേ ബോട്ടുകൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അതൊക്കെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളൊക്കെ തോന്നുന്നു. വലിയ വലിയ ബോട്ടാണ് കുറേ. ഞാൻ ആദ്യം അങ്ങോട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ അന്ന് ബോട്ടിലൊന്നും കയറില്ല. ഞങ്ങൾ ജംഗിളിൽ പോയിട്ട് അപ്പുറത്തുനിന്ന് ഞങ്ങൾ മീനൊക്കെ പിടിക്കാനൊക്കെ വന്നിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇതിൽ കയറുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയി. ആദ്യമായിട്ടാണ്. നല്ല സോങ്ങൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി. ഇപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നല്ല പച്ചപ്പാണ്, നല്ല അടിപൊളി സ്ഥലം. അവിടെയൊക്കെ ചെറിയ ചെറിയ തോണികളുണ്ട്. തോണികൾ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. കുറേ ബ്യൂട്ടിഫുൾ അതിൻ്റെ ബാഗൊക്കെ. ആദ്യമായിട്ടാണെങ്കിലും എൻ്റെ മോനെ എന്തത് സുൽത്താൻ എന്ന് പറഞ്ഞൊരു ബോട്ടാണോ? സുൽത്താൻ അടിപൊളി. ഇതൊക്കെ കടലിലേക്ക് പോവുകയാണോ കേട്ടോ. മത്സ്യം മീൻ പിടിക്കാൻ പോകണതാണ്. ഇവിടെ സൈഡിൽ കൂടെ കുറേ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ബോട്ട് അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. അവിടെ താഴത്തേക്ക് ഇരിക്കാൻ പറ്റാനുള്ള സ്ഥലമാണ്. ഇത് കൊണ്ട് പോവാണ് തോന്നുന്നത്. എന്തുമാതിരി വലിപ്പമുള്ള ബോട്ടുകളാണ്. സത്യം ഞാൻ ആദ്യമായിട്ട് കാണാണ് ഇങ്ങനെയൊക്കെ. ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലോ കാണാൻ പറ്റുക.
മോനെ എന്താ വലിപ്പോ, ഇതെന്താ ക്രെയിന്, ഒരു ക്രെയിന് മാതിരി അവിടെ. സത്യം ക്രെയിൻ തന്നെയാണ്. അരമണിക്കൂറാണ് ഇതിൻ്റെ യാത്ര. വരി വരിക്ക് നിർത്തിയിട്ടുണ്ടല്ലേ. തത്വമസി എന്നൊരു കോട്ടയാണ്. യെസ്, ഞാൻ അതിൻ്റെ ബാക്ക് വിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഓളം കണ്ടില്ല, എന്താ അതിൻ്റെ ഇഞ്ചത്തിൻ്റെ അവിടെ നല്ല രസയിലാണ്. അടിപൊളി. ക്ലിയറാണ് കമ്മി കേട്ടോ, നമ്മളെ ഫോൺ അങ്ങനത്തെ ഫോണാണ്. ഇപ്പോൾ നല്ല രസമുണ്ട് കണ്ട്, അടിപൊളി. ഇതിൻ്റെ പങ്ക കറങ്ങണതാണ് ഇതിൻ്റെ ഇഞ്ചത്തിൻ്റെ അവിടെ. നല്ല രസമായില്ലേ. എല്ലാവരും ആദ്യമായിട്ടാട്ടോ ഈ ഇങ്ങനത്തെ ബോട്ടിലേക്ക് കയറുന്നത്. ആർക്കും എക്സ്പീരിയൻസ് ഒന്നുമില്ല ഈ ബോട്ട് കയറിയത്. എല്ലാവരും കയറിയപ്പോൾ തന്നെ നല്ല പേടിച്ചിരുന്നു. കാരണം ഈ വെള്ളം വന്നിട്ടേ മറ്റേ ബോട്ട് എടുത്ത് കൂടെ പോകുമ്പോൾ ഇങ്ങനെ ആട് കളിക്കുമ്പോഴേ ഭയങ്കര പേടി പിടിച്ചു. അവിടെ ഒരു ബോട്ട് നിർത്തിയിട്ടുണ്ട്, അതൊക്കെ മീൻ പിടിക്കാൻ തോന്നുന്നു. നടുവിൽ നിർത്തിയിട്ടുണ്ട്. അവിടെ ഒരു ബോട്ട് നിർത്തിയിട്ടുണ്ട്, അവിടെ കുറേ നിർത്തിയിട്ടുണ്ടോ. ഇവരൊക്കെ ഇതിലൊക്കെ ആസ്വദിച്ച് കണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. എല്ലാവരും ഓരോ സൈഡൊക്കെ നോക്കിയിരിക്കുകയാണ്. ഒരു ബോട്ട് സ്പീഡിൽ പോകുന്നുണ്ട്. ചെറിയ ബോട്ടാണ് പോണത്. മത്സ്യബന്ധനത്തിന് പോണ ബോട്ടാണ് തോന്നുന്നു കേട്ടോ.
ഇഷ്ടംമാതിരി നിർത്തിയിട്ടുണ്ട്. സൈഡ് ഭാഗങ്ങളൊക്കെ അത് മറ്റേ കടലിലേക്കുള്ള റോഡുണ്ടല്ലോ, അതാണ്. അതിൽ കുറേ നടന്നു പോയിട്ട് കടലിൻ്റെ അങ്ങോട്ടുള്ള റോഡ് അതാണ്. അതിലേക്ക് പോയി അങ്ങനെ അടുത്ത് വാട്ടർ ബ്രിഡ്ജിക്ക് കയറി. അടുത്ത് ഞങ്ങൾ അപ്പോൾ നമ്മുടെ 100 റുപ്യാണ് ഒരാൾക്കുള്ള ടിക്കറ്റ്. എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പോൾ കുറേ മുന്നോട്ട് കുറേ അങ്ങോട്ട് പോയ കടലിലേക്ക് പോകും. അപ്പോൾ എല്ലാവരും തിരുമാല വരുമ്പോൾ ഭയങ്കര ആട്ടാണ് കേട്ടോ. അത് ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ വാട്ടർ ബീച്ചിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ഇപ്പോൾ ഒരു തിരുമാലൊക്കെ വന്നിട്ടോ, എല്ലാവരും പൊന്തി. തിരുമാല വന്ന് എല്ലാവരും പൊന്തി വന്ന് എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോവാണ്. അകത്തിലേക്ക് കടലിൻ്റെ ഏകദേശം ഉള്ളിലേക്ക് പോവാണ്. പേടിച്ച് കുറച്ച് പോകുന്നുണ്ട് ചിലരൊക്കെ. കുട്ടികൾക്കൊരു കുഴപ്പമില്ല, പോലൊക്കെ നടന്ന് ഓടി കളിക്കണതിലെ. ഏതായാലും നല്ല എക്സ്പീരിയൻസ് ആയിട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇതിലേക്ക് കയറുന്നത്. ഇപ്പം ഞങ്ങൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താനായിട്ടോ. കുട്ടികളൊക്കെ ആകെ ഓടി കളിക്കണത്, അവർക്കൊരു കുഴപ്പവുമില്ല. ഞങ്ങളിവിടെ എത്തി. എല്ലാവരും ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ്. കടൽ ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് ആദ്യമായിട്ടല്ലേ കടലിൻ്റെ ഏകദേശം ഉള്ളിലേക്ക് വന്ന് നിൽക്കുന്നത്. ഇതിൽ രണ്ടെണ്ണം നീന്തി കളിക്കുന്നുണ്ട് കേട്ടോ. 2 തല ഇങ്ങനെ കാണാം അവിടെ. പിള്ളേരെ ഇവിടെ എത്തി ഫോട്ടോ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 2 കൊല്ലം കഴിഞ്ഞു തോന്നുന്നത് ഇതിവിടെ വന്നിട്ട്. എല്ലാവരും ഫോട്ടോ എടുക്കാണ്. എല്ലാവരും ഫോട്ടോ എടുത്ത് എല്ലാവരും ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. തിരിച്ചു പോലെ പരിപാടിയാണ്. ഞങ്ങൾ അടുത്ത് മ്യൂസിയത്തേക്ക് പോകും. ഞങ്ങൾ അടുത്ത മ്യൂസിയത്തേക്ക് എത്തി. മ്യൂസിയം പറഞ്ഞാൽ കോഴിക്കോട് പ്ലാനറ്റോറിയം മ്യൂസിയമാണ്. ഇവിടെ കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികൾക്കെല്ലാം മാത്രം പഠിക്കാനായിട്ടും അതിനൊക്കെ ആയിട്ടുള്ളൊരു മ്യൂസിയമാണത്. പഠിക്കാനായിട്ട് അതിലുള്ള കുറേ സാധനങ്ങൾ കാണാനുണ്ട് കേട്ടോ. 3D ആയിട്ടും ഒക്കെ ഈ ഭൂമിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഞങ്ങളവിടെ ഒന്ന് ഫുഡ് കഴിച്ച് അതിൻ്റെ അക്വേറിയങ്ങളും പിന്നെ കുറേ ഭൂമിനെ പറ്റി കണ്ടും പഴയ കാലത്തെ ബോട്ടുകളും പിന്നെ ഈ ഉപ്പുണ്ടാക്കുന്നതും അങ്ങനെ കുറേ ഉണ്ട്. കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ പഴയത്തിലുള്ളൊരു മ്യൂസിയമാണ്. പിന്നെ ഒന്നുണ്ട് അവിടെ ഒരു 3D. എന്താ വെച്ചാൽ നമ്മളെ ബഹിരാകാശത്തുള്ള നക്ഷത്രങ്ങളും സൂര്യനും എല്ലാം നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണത്.
അത് ഗ്ലാസ് വെച്ചുകൊണ്ട് നമ്മൾ 3D ഗ്ലാസ് വെച്ചുകൊണ്ടൊക്കെ കാണുകയും ചെയ്യാം, അല്ലാതെ കാണുകയും ചെയ്യാം. ഞാൻ 3D ഗ്ലാസ് വെച്ചുകൊണ്ട് ആയിക്കാരം ഏറ്റവും ഭംഗി കേട്ടോ. അതിൻ്റെ എല്ലാ നക്ഷത്രങ്ങളൊക്കെ ഓരോ അതിൻ്റെ വലയങ്ങളും സംഭവം കറക്റ്റായിട്ട് കാണാം. എല്ലാം പറഞ്ഞു തരുന്ന ഒരു 3D പെർഫോമൻസാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എല്ലാം തന്നെയാണ്. ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. പഴയ കാലത്തെ വിളക്കാളും ബോട്ടത്തെ കടലിനടിയിലുള്ള സാധനങ്ങൾ കേട്ടോ. ഇത് വിവിധയിനം കൊക്കുകളാണ്. നമ്മളെ ഭൂമിനെ ചുറ്റുന്ന ചന്ദ്രൻ. കടലിൻ്റെ അടിത്തട്ട്. ഇത് ഉപ്പുണ്ടാക്കണ ഉപ്പുണ്ടാക്കുന്ന സംവിധാനമാണത് കാണിച്ചു തന്നത്. സമുദ്രത്തിൻ്റെ അടിത്തട്ട്, കടലിൻ്റെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.